ഇങ്ങനെയാണ്. The controversy relates to accepting a list of the governing body members of the society filed by one E.K. Abubakar Musliar for the year 1990-91. ഈ കേസിന്റെ തർക്കം ഉപയോഗിക്കുന്നത് ഞാൻ ഇതിലുള്ള വാക്കിന്റെ പരിഭാഷയാണ് പറയുന്നത് കേട്ടോ. 1990-91 ഭാരവാഹികൾ ആരാണ് എന്നതിനെക്കുറിച്ച് ഒരു E.K. അബൂബക്കർ മുസ്ലിയാർ നൽകിയ നൽകിയ ആ ലിസ്റ്റിനെ കുറിച്ചുള്ള തർക്കത്തോടെയാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്നാണ്. ഇനി നമുക്ക് നോക്കാം, ഈയിടെ ഇതേ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഈ വിധിയുമായി ബന്ധപ്പെട്ട് പല പ്രചരണങ്ങളും ഇവിടെ നടക്കുകയുണ്ടായി. ഇവിടെ നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ചേളാരി സമസ്തയും കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാരും തമ്മിൽ സുപ്രീം കോടതിയിൽ കേസ് നടന്നിട്ടില്ല. അത് ഞാൻ എങ്ങനെയാണ് പറയുന്നത്? അതിവിടെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ കേസിൽ അപ്പീൽ കൊടുത്തതാരാണ്, എതിർഭാഗത്താരാണ് എന്ന് ഇതിന്റെ വിധിയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. സുപ്രീം കോർട്ട് ഓഫ് പറഞ്ഞിരുന്ന എന്താണ്? സിവിൽ അപ്പീൽ നമ്പർ 4962 of 1998 A.P. Abubakar Musliar appellants versus District Registrar J. കോഴിക്കോട് എന്നാണ്. ഇവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ തമ്മിലാണ് കേസ് നടന്നിരിക്കുന്നത്. വേറെ തെറ്റിദ്ധാരണ ഇവിടെ ഇവർ പ്രചരിപ്പിച്ചിരിക്കുന്നത് ശരിയായ സമസ്ത ഞങ്ങളാണ് എന്ന് വിളിച്ചിട്ടുള്ളതാണ്. വാസ്തവത്തിൽ എന്തായിരുന്നു കേസ് എന്ന് നമ്മൾ അറിയാം. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിലെ 4ാമത്തെ വകുപ്പ് അനുസരിച്ച് ആ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ സംഘടനകളും കൊല്ലത്തിന് ഭാരവാഹി പട്ടിക സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം ഭരണഘടനയിൽ വാർഷിക ജനറൽ ബോഡിയെ കുട്ടി വല്ലതും പറയുന്നുണ്ടെങ്കിൽ വാർഷിക ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷവും വാർഷിക ജനറൽ ബോഡിയെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല എങ്കിൽ ജനുവരി മാസത്തിലും ഒരു ഭാരവാഹി പട്ടിക ലിസ്റ്റ് ഓഫ് ദ ഗവേണിംഗ് ബോഡി എല്ലാ കൊല്ലവും നൽകേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ 1990-91 കാലഘട്ടത്തിലേക്കുള്ള ഭാരവാഹിക പട്ടികയെപ്പറ്റി മാത്രമേ ഇവിടെ കേസ് നടന്നിട്ടുള്ളൂ എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ അവരാണ് ശരിയായ സമസ്ത എന്ന വിധി ഒരിക്കലും തന്നെ വന്നിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാമോ, 1925-26 രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1934 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പ്രസിഡന്റും മുഹമ്മദ് ഹാജി സെക്രട്ടറിയുമായിട്ടാണ് 1934 സമസ്തയുടെ രജിസ്ട്രേഷൻ ആദ്യമായി നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്രകാരമുള്ള ഭാരവാഹി പട്ടിക കൊല്ലം തോറും കൊടുത്തുവന്നു. അങ്ങനെ 1990 അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3/1/90 കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാർ ജനറൽ ബോഡി കൂടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയുടെ ലിസ്റ്റ് കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ സമർപ്പിച്ചു. ഞങ്ങളാണ് ഒറിജിനൽ എന്ന് പറഞ്ഞു നടക്കുന്ന സമസ്തക്കാർ 6/1/90 ആദ്യമായി ലിസ്റ്റ് കൊടുക്കുന്നത് കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാരാണ് എന്നുള്ള വസ്തുത നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞ് 6/1/90 മറ്റൊരു ലിസ്റ്റ് ഇവരും കൊടുക്കുകയുണ്ടായി. ചുരുക്കത്തിൽ കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ ഓഫീസറുടെ മുന്നിൽ 2 ലിസ്റ്റുകൾ വന്നു. ഈ 2 ലിസ്റ്റുകൾ വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിലാണ് 2 ലിസ്റ്റും വന്ന സ്ഥിതിക്ക് അത് ഇന്നതാണ് ശരിയെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ജില്ലാ രജിസ്ട്രാർക്കില്ല. അതൊരു കോടതിയുടെ പരിധിയിൽപ്പെട്ടതാണ്. ജില്ലാ രജിസ്ട്രാർ ഇത് അങ്ങനെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ശരി. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നവുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കൂ, ഒരു മുതലിന്റെ തർക്കമായിട്ട്, അതൊരു സിവിൽ കേസാണ്. പോലീസ് എന്താ പറയാ, നിങ്ങൾ 2 കൂട്ടരെയും തർക്കം കോടതിയിൽ പോയി തീരുമാനിച്ചിട്ട് വരും.
അതിന്റെ ശേഷമേ ഞങ്ങൾ ഇടപെടൂ എന്നാണ് പറയാറുള്ളത് എന്നതുപോലെ തന്നെ ഇതൊരു സിവിൽ മാറ്ററാണ്. ഏതാണ് ശരിയായ സമർത്ഥമായെന്ന് 2 ലിസ്റ്റുകളെങ്ങാനും സമർപ്പിക്കപ്പെട്ടാൽ ജില്ലാ രജിസ്ട്രാർ വാസ്തവത്തില് അത് സ്വീകരിക്കാതെ കോടതിയിൽ പോയി വിധി സമ്പാദിച്ചു വന്നതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതെങ്ങനെയാണ് എന്നതിന് ഏറ്റവും സ്വാഭാവികമായ പ്രതിനിധികൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെ കാര്യത്തിലും മലപ്പുറത്ത് 2 ലിസ്റ്റുകൾ പോയിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ ബോർഡിന്റെ കാര്യത്തിലും 2 ലിസ്റ്റുകൾ പോയി വന്നപ്പോൾ അവിടെ മലപ്പുറം ജില്ല വല്ല കിറാമം കാത്തിവികൾ ഉണ്ടെങ്കിൽ എഴുതിയെടുത്തു. മലപ്പുറം ജില്ലാ രജിസ്ട്രാറുടെ നടപടിക്രമം ഹാജർ പി വി ബാലകൃഷ്ണൻ നായർ. വിഷയം സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഭാരവാഹികളെ ലിസ്റ്റ് ഫയൽ ചെയ്യുന്നത് സംഭവിച്ചു. അങ്ങനെ 2 ലിസ്റ്റിനെക്കുറിച്ച് അദ്ദേഹം വിശദമായി ചർച്ചയ്ക്ക് ശേഷം മലപ്പുറം ജില്ലാ രജിസ്ട്രാർ എടുക്കുന്ന തീരുമാനം എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. 2 ലിസ്റ്റ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ രജിസ്ട്രാർ എടുക്കുന്ന തീരുമാനം നിങ്ങൾ നോക്കുക. അദ്ദേഹം ചർച്ചയ്ക്ക് ശേഷം ഞാൻ സമയദൈർഘ്യം വായന്നുകൊണ്ട് അവസാന ഭാഗം മാത്രം വായിക്കും. അദ്ദേഹം പറയുകയാണ്, കാര്യങ്ങൾ അദ്ദേഹം ഓരോന്ന് വിശദീകരിക്കും. എന്നിട്ട് അതുകൊണ്ട് ഒരു കമ്മിറ്റിയുടെയും ലിസ്റ്റ് ഫയലിൽ സ്വീകരിക്കാൻ ഇതിനാൽ വിസമ്മതിക്കുകയും ഞാൻ സ്വീകരിക്കില്ല, 2 സ്വീകരിക്കാൻ ഞാൻ വിസമ്മതിക്കുന്നു. ബന്ധപ്പെട്ട കക്ഷികൾ ഒരു സിവിൽ കോടതിയെ സമീപിച്ച് ഈ തീരുമാനത്തിനെതിരായ ഒരു വിധി സമ്പാദിച്ചതിന്റെ പകർപ്പ് സഹിതം ലിസ്റ്റ് ഹാജരാക്കിയാൽ അപ്പോൾ ഈ തീരുമാനം പുനഃപരിശോധിക്കുന്നതാണ് എന്നും ബന്ധപ്പെട്ടവരെ ഇതിനാൽ അറിയിക്കുന്നു. ബാലകൃഷ്ണൻ ജില്ലാ രജിസ്ട്രാർ 2 സ്വീകരിക്കുന്നില്ല. കോടതിയിൽ പോയിട്ട് ആരാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വരൂ, അതിന്റെ ശേഷം ലിസ്റ്റ് വരൂ, ഞാൻ അപ്പോൾ ഇത് പുനഃപരിശോധിച്ചു കൊള്ളാമെന്നാണ് മലപ്പുറം ജില്ലാ രജിസ്ട്രാർ പറഞ്ഞതെങ്കിൽ അതിലും പ്രധാനപ്പെട്ട സംഘടനയായ സമസ്തകാല ജമിയത്തുൽ ഉലമായുടെ ലിസ്റ്റിനെ കുറിച്ച് ചർച്ചതിന് ശേഷം ഈ കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ ഇതാണ് എഴുതുന്നത്. ഈ സാഹചര്യത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഈ കെ അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറിയായില്ല